CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം. തൃശൂരിലെ തോൽവി പാർട്ടിയുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചു. സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് രൂക്ഷ വിമർശനം. സംസ്ഥാന സർക്കാരിന് എതിരായ ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും വിമർശനം. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഉണ്ടായ ഇടതുപക്ഷത്തിന് തിരിച്ചടി. പ്രത്യേകിച്ചും ഇത് CPIക്ക് ഏറെ വേദനിക്കുന്നതാണ്. കാരണം അവരുടെ സീറ്റായിരുന്നു. അവരുടെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സുനിൽകുമാറാണ് അവിടെ പരാജയപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അത് ഉയർന്നു വന്നു. അത് സുരേഷ് ഗോപി വിജയിക്കുന്നതിന് കാരണമായി. അങ്ങനെ തന്നെയല്ലേ CPIയുടെ വിലയിരുത്തൽ? സാനു കെ സജീവ്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു നിർത്തിയവർത്തുനിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നാണ് CPIയുടെ ജില്ലാ സമ്മേളനത്തിലെ സംഘടനാ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതായത് അവർ പറയുന്നതും അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലും സംസ്ഥാന സർക്കാർ മികച്ച പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് മുഖ്യമന്ത്രി അടക്കം ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴാണ് CPIയുടെ ഭാഗത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളൊരു സംഘടനാ റിപ്പോർട്ട് അവരുടെ പ്രധാനപ്പെട്ട ജില്ല, അതായത് CPIയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ അവരുടെ സംഘടനാ ശേഷി കൊണ്ടാണെങ്കിലും അല്പം മുന്നോട്ട് നിൽക്കുന്ന ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്ര പ്രധാനപ്പെട്ട ജില്ലയിൽ നിന്ന് തന്നെയുള്ള സംഘടനാ റിപ്പോർട്ട് അവരുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളന വേദിയിൽ അവതരിപ്പിച്ചിട്ടുള്ള സംഘടനാ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ അവർ ഊന്നി പറയുന്നത്. അതായത് അക്കമിട്ട് നിരത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം, ഭരണവിരുദ്ധ വികാരം ഇവ കേരളത്തിലെ അലയടിക്കുന്നു എന്ന് തന്നെ അവർ പറഞ്ഞു വെക്കുകയാണ്. അതേപോലെ തന്നെ VS സുനിൽകുമാറിൻ്റെ തോൽവി തങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലധികമായിരുന്നുവെന്നും CPIയുടെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. അതായത് അവർ പ്രതീക്ഷിക്കാത്തൊരു തോൽവി തൃശ്ശൂരിൽ നിന്നുണ്ടായി. തങ്ങൾക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന വനിതകളുടെയും ഒപ്പം തന്നെ യുവാക്കളുടെയും വോട്ട് സുരേഷ് ഗോപിയുടെ പെട്ടിയിലേക്ക് ചോർന്നു എന്നാണ് CPIയുടെ സംഘടനാ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിലടക്കം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് BJP നടത്തിയ ഒരു പ്രവർത്തനം അത് വലിയ രീതിയിൽ ജനം ഏറ്റെടുത്തു. തങ്ങളുടെ വോട്ട് ബാങ്കിൽ പോലും ചോർച്ച ഉണ്ടാക്കുന്ന നിലയിലേക്ക് ആ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ പ്രവർത്തനം മാറിയെന്നും CPI സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും, അതായത് LDF പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായെന്ന് പറയുമ്പോഴും ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ അവർ LDFന് മുന്നിൽ വെച്ചിരുന്നതാണ്. അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ആ കാര്യമായിട്ട് എടുക്കാഞ്ഞതുകൊണ്ട് ആ വോട്ട് ചോർച്ച തടയാനായിട്ട് CPM ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ തങ്ങൾക്കൊരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് വലിയൊരു കുന്തമുനയായി. തങ്ങളുടെ പരാജയത്തിന് ആക്കം കൂട്ടാൻ കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളും മാറിയെന്നും CPI പറയുന്നുണ്ട്. എന്തായാലും CPM ആവർത്തിച്ച് അവകാശപ്പെടുന്നു തങ്ങൾക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല, ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല എന്ന് അടിവരയിട്ട് പറയുമ്പോഴാണ് അങ്ങനെയല്ല കേരളത്തിൽ സാഹചര്യമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് CPIയുടെ പ്രധാനപ്പെട്ട ജില്ലയിലെ ജില്ലാ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുള്ള പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പാർട്ടിക്ക് വീഴ്ചയുണ്ടായി, ഒപ്പം തന്നെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുകയാണെന്നും സംഘടനാ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. വിനോദ്, തീർച്ചയായും തൃശ്ശൂർ CPI ജില്ലാ സമ്മേളനത്തിലാണ് സർക്കാരിന് എതിരായ ഭരണവിരുദ്ധ വികാരം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. അതുകൊണ്ടാണ് CPIക്ക് കനത്ത തോൽവി പ്രത്യേകിച്ചും തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇത് സുരേഷ് ഗോപിയുടെ വിജയത്തിനും കാരണമായി എന്ന് CPM ജില്ലാ സമ്മേളനം വിലയിരുത്തുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.